KPSTA സ്വദേശ് മെഗാ ക്യൂസ് UP വിഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ പാർട്ട് 1 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ കാണുക. രാജ്യത്തിന് സ്വയം ഭരണം വേണമെന്ന് ആവശ്യം ആദ്യം മുന്നോട്ട് വെച്ച ധീര ദേശാഭിമാനി ആര്? ഉത്തരം ബാലഗംഗാധര തിലക്. ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന കായിക താരം? ഉത്തരം സൗരവ് ഗാംഗുലി. പഠിക്കൂ, പോരാടൂ, സംഘടിക്കൂ ആരുടെ ഉദ്ബോധനമാണിത്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? ഉത്തരം പിംഗലി വെങ്കയ്യ. മംഗൾ പാണ്ഡെയുടെ ജീവിതകഥ പറയുന്ന ചലച്ചിത്രം ഏത്? ഉത്തരം മംഗൾ പാണ്ഡെ ദ റൈസിംഗ്. ഇന്ത്യയുടെ വടക്കേ അറ്റം? ഉത്തരം ഇന്ദിര കോൾ. പഴശ്ശിരാജയെ കേരളത്തിൻ്റെ സിംഹം എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം സർദാർ KM പണിക്കർ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയത് ആരാണ്? ഉത്തരം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. ഭാരതരത്ന നേടിയ ആദ്യ വനിത? ഉത്തരം ഇന്ദിരാഗാന്ധി 1971. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിവസം? ഉത്തരം 1950 ജനുവരി 26. ഭാരത് രത്ന നേടിയ ആദ്യ കായിക താരം? ഉത്തരം സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ആധുനിക കാലത്തെ മഹാ അത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം? ഉത്തരം ക്ഷേത്ര പ്രവേശന പ്രഖ്യാപനം. ആരാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. മൗലാന അബ്ദുൽ കലാം ആസാദ് സ്ഥാപിച്ച പത്രം? ഉത്തരം അൽ ഹിലാൽ. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് ആര്? ഉത്തരം ഭഗത് സിംഗ്. ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖദേവ് എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത് എന്ന്? ഉത്തരം 1931 മാർച്ച് 23. ഏത് അവസരത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായത്? ഉത്തരം ബെൽഗാം സമ്മേളനം 1924. ജവഹർലാൽ നെഹ്റു എത്ര തവണ കോൺഗ്രസ് അധ്യക്ഷനായി? ഉത്തരം 6 തവണ. ദേശീയ പതാകയുടെ നിറങ്ങൾ ഏതൊക്കെ? ഉത്തരം കുങ്കുമം, വെള്ള, പച്ച. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാരാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. സമ്പൂർണ്ണ വിപ്ലവത്തിൻ്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ജയപ്രകാശ് നാരായണൻ. ദണ്ഡി മാർച്ചിനിടെ ഗാന്ധിജിയും സംഘവും ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനം രചിച്ചത് ആരാണ്? ഉത്തരം തുളസീദാസ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം ലാലാ ലജ്പത് റായ്. ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധി ആദ്യ കോൺഗ്രസ് യോഗത്തിൽ പങ്കെടുത്തത്? ഉത്തരം കൊൽക്കത്ത സമ്മേളനം 1901. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്? ഉത്തരം ആനി ബെസന്റ്. കേസരി പത്രത്തിൻ്റെ സ്ഥാപകൻ? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു?
ഉത്തരം ആനി ബെസന്റ്. ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ നേതാവ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. വാഗൺ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മലബാർ കലാപം. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന മുദ്രാവാക്യം ആരുടേതാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. ഇന്ത്യയുടെ തെക്കേ അറ്റം? ഉത്തരം ഇന്ദിരാ പോയിന്റ്. ഗുജറാത്തിലെ സിംഹം എന്ന് അറിയപ്പെടുന്ന ദേശീയ നേതാവ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. പഞ്ചാബിലെ നവജവാൻ ഭാരത് സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാര്? ഉത്തരം ഭഗത് സിംഗ്. ഇന്ത്യൻ അരാജകത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ബാലഗംഗാധര തിലക്. അയിത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം? ഉത്തരം വൈക്കം സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇടപെടലിലൂടെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട കേരളീയൻ ആരാണ്? ഉത്തരം KPR ഗോപാലൻ. UNO ആദ്യമായി ദുഃഖസൂചകമായി പതാക താഴ്ത്തിക്കെട്ടിയത് എന്നായിരുന്നു? ഉത്തരം ഗാന്ധിജി അന്തരിച്ചപ്പോൾ. സ്വതന്ത്ര ഇന്ത്യയിൽ ഗാന്ധിജി എത്ര ദിവസമാണ് ജീവിച്ചിരുന്നത്? ഉത്തരം 168 ദിവസം. ഇന്ത്യയുടെ ദേശീയ ഗാനം? ഉത്തരം വന്ദേ മാതരം. സതി നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഗവർണർ ആരാണ്? ഉത്തരം വില്യം ബെനഡിക്ട് പ്രഭു. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരുടേതാണ്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം C രാജഗോപാലാചാരി. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം മഹാത്മാഗാന്ധി. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറിയ വർഷം? ഉത്തരം 1911. താഷ്കനറിൽ അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി? ഉത്തരം ലാൽ ബഹദൂർ ശാസ്ത്രി. വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസിയാകുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി? ഉത്തരം അരവിന്ദ് ഘോഷ്. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം അരുണ ആസിഫ് അലി. ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയുവാൻ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നു. ഇന്നു മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം നമ്മെ തന്നെയാണ് പഴി പറയേണ്ടത്. ഇത് ആരുടെ വാചകമാണ്? കണ്ണിന് കണ്ണെന്ന നയം ലോകത്തെ അന്ധകാരത്തിലാഴ്ത്തുമെന്ന് ഗാന്ധിജി ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രസ്താവിച്ചത്? മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏത്? ഉത്തരങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.